യെസ്, ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ്. ഈ ഇലക്ട്രിക് കറണ്ട് അതിന് പല എഫക്ട്സ് ഉണ്ട്. ഓക്കെ, പല എഫക്റ്റ് പറഞ്ഞാല് മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോ അതൊക്കെ നിങ്ങൾ പഠിക്കും. നിങ്ങളെ സ്കൂളിലെ ബെല്ല്, ഇലക്ട്രിക് ബെല്ലില്ലേ, ഓരോ പീരീഡ് കഴിയുമ്പോൾ ഇരുന്ന് അടിക്കില്ലേ ഇല്ലേ? അപ്പൊ ഈ ബെല്ലൊക്കെ എന്താ ശരിക്കും പറഞ്ഞാൽ മാഗ്നറ്റിക് എഫക്റ്റ്. അവിടെ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മൾ അടുത്ത സെഷനിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഹീറ്റിംഗ് എഫക്റ്റ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഒരു അപ്ലയൻസ് കുറേ സമയം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത് ചൂടാവും ഇല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഫോൺ ചാർജിന് ഇട്ട് കഴിഞ്ഞാൽ ചാർജർ കുറേ കഴിയുമ്പോൾ ചൂടാവും, അല്ലെങ്കിൽ ഫോൺ കുറേ കഴിയുമ്പോൾ ഹീറ്റ് ആവും. കുറേ സമയം ഫോണിൽ കളിച്ചുകൊണ്ട് നിന്നാൽ ഫോൺ ചൂടാവും. ഓക്കെ, അപ്പൊ അത് ഈ ഇലക്ട്രിക് കറണ്ട് ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് എഫക്ട്സ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം മെയിൻ ആയിട്ട്. യെസ്, അപ്പോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഈ ഇലക്ട്രിക്കൽ അപ്ലയൻസസ്? ഇലക്ട്രിക്കൽ അപ്ലയൻസസ് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലെ? കാരണം ഇതിൽ പല മക്കളും ഉണ്ടാവും അല്ലെ, ടി വി കാണുന്നവരുണ്ടാവും, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരുണ്ടാവും അല്ലെ. സോ എന്താണ് ഈ ഇലക്ട്രിക്കൽ അപ്ലയൻസസ്? എന്താണ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്? പലതരത്തിലുണ്ടല്ലോ ഇല്ല, ഇവിടെ കാണുന്നുണ്ടല്ലോ. വാഷിംഗ് മെഷീൻ ഉണ്ട്, പിന്നെ നമ്മളെ ഓവൻ എന്ന് പറയാം അല്ലെ, ഇസ്ത്രിപ്പെട്ടി, ജ്യൂസർ, ടോസ്റ്റർ. യെസ്, ഇതൊക്കെ ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, അതായത് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്ന അപ്ലയൻസസ്. ഓക്കെ, അതിന് നമ്മൾ എന്താ പറയുക? ഇലക്ട്രിക്കൽ അപ്ലയൻസസ് എന്ന് പറയും അല്ലെ. ഇലക്ട്രിക് കറണ്ട് ഇല്ലെങ്കിൽ ഇതൊക്കെ വർക്ക് ചെയ്യോ? ഇതൊക്കെ വർക്ക് ചെയ്യോ? ഇലക്ട്രിക് കറണ്ട് ഇല്ലെങ്കിൽ വർക്ക് ചെയ്യോ? ടി വി, യെസ് അതന്നെ, ടി വി, ഫ്രിഡ്ജ് അല്ലെ, ഇതൊക്കെ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആണ്. ഓക്കെ, ഇനി എവിടെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുക? ഇലക്ട്രിസിറ്റി നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാല് നമ്മളെ ഒരു മണിക്കൂർ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറെ പ്രോബ്ലംസ് ഉണ്ട് അല്ലെ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അല്ലെ. അപ്പോ ഇലക്ട്രിസിറ്റി എന്താണ്, അത്രക്കും നമുക്ക് യൂസ്ഫുൾ ആണ് അല്ലെ. ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് നമ്മളെ കാര്യങ്ങൾ നടക്കൂല. യെസ്, കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കൂല ഇന്നത്തെ കാലത്ത് അല്ലേ? ആണോ അല്ലയോ പറഞ്ഞേ? ഫാൻ, എ സി, എ സി അതന്നെ, ഫോൺ, ആഹാ. ഓക്കെ, സോ അതായത് ഒരു 5 മിനിറ്റ് പോലും നമുക്ക് കറണ്ട് ഇല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല, കാരണം അത്രയും ചൂടാണ് അല്ലെ. മഴ ഇല്ലെങ്കിൽ ഭയങ്കര ചൂടല്ലേ ആണ്. യെസ്, സോ എവിടെയൊക്കെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെ? വീട്ടിലാണെങ്കിൽ ഇലക്ട്രിക്കൽ ബൾബ് ഉണ്ട് അല്ലെ, ബൾബിൽ ഇലക്ട്രിസിറ്റി വേണം പ്രവർത്തിക്കാൻ വേണ്ടി. പിന്നെയോ ടെലിവിഷൻ, ടി വി, പിന്നെ സ്റ്റീരിയോ സിസ്റ്റം. ഓക്കെ, പിന്നെ ഫ്രിഡ്ജ്. യെസ്, ഫ്രിഡ്ജ് പ്രവർത്തിക്കാൻ എന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം. പിന്നെ വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കാനും, അതേപോലെ കമ്പ്യൂട്ടേഴ്സ്, എല്ലാം അല്ലേ. നമുക്ക് ചുരുക്കി പറഞ്ഞാല് എന്താ പറയാ, അതായത് ഇതിൽ അവസാനിക്കുന്നില്ല അല്ലെ, അത്രയും അപ്ലയൻസസ് ഉണ്ട് ഇന്നത്തെ കാലത്ത്. എല്ലാം ഏതിലാണ് വർക്ക് ചെയ്യുന്നത്? ഇലക്ട്രിക് കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ജോഫിയ ജോസ്, യെസ്, വെരി ഗുഡ്. സോ ഇപ്പോ ഈ ഒരു ബോർഡ്, ഇവിടെ നിങ്ങൾക്ക് ഒരു ബോർഡ് കാണാലോ, ഒരു മഞ്ഞ കളർ ബോർഡ് കാണാലോ. യെസ്, ഒരു മഞ്ഞ കളർ ബോർഡ് കാണുന്നില്ലേ? യെസ്, ഈ ഒരു ബോർഡ് നിങ്ങൾ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും. ചിലപ്പം ഈ ഇലക്ട്രിക് പോസ്റ്റിലൊക്കെ ആയിരിക്കും, ഇലക്ട്രിക് ഇതൊക്കെ ഉണ്ടാവില്ലേ, തൂണുണ്ടാവില്ലേ, അതിൽ ചിലപ്പം കണ്ടിട്ടുണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ അവിടെ കണ്ടിട്ടുണ്ടാവാം. യെസ്, ശരിക്ക് ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് ശരിക്കും ഒരു ഡേഞ്ചർ സൈൻ ആണ്. ഓക്കെ, ഡേഞ്ചർ സൈൻ ആണ്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ ഇത് സൂചിപ്പിക്കുന്നത്? നമുക്ക് നോക്കിയാലോ. യെസ്, ദ ഡേഞ്ചർ സൈൻസ് ഓൺ ഇലക്ട്രിക്കൽ പോൾസ് ആൻഡ് അപ്ലയൻസസ് വാൺ പീപ്പിൾ. വാൺ എന്ന് വെച്ചാൽ എന്താ? അതായത് ഒരു വാണിംഗ് കൊടുക്കുകയാണ്, ഇങ്ങനെ ചെയ്യരുത്, ഓക്കെ, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും. മനസ്സിലായോ? ഒരു അറിവ് കൊടുക്കുകയാണ്, ഒരു വാണിംഗ് കൊടുക്കുകയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ, ഇപ്പോ നിങ്ങളെ ഫ്രണ്ട്സ് സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക, ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചർ എന്ത് പറയും? മിണ്ടരുത് എന്ന് പറയും അല്ലെ. ഫസ്റ്റ് മിണ്ടരുത് എന്ന് പറയും. അതൊരു വാർണിംഗ് ആണ്. ഇനി ആദ്യം അവൻ സംസാരിച്ചാൽ എന്താവും? പിടിച്ച് പുറത്തിടും, കേട്ടില്ലേ? അപ്പോ ഫസ്റ്റ് കൊടുക്കുന്ന എന്താണ്? സംസാരിക്കരുത് എന്ന് പറയുന്നത് ഒരു വാർണിംഗ് ആണ്, അങ്ങനെ ചെയ്യരുത്. ഓക്കെ, സോ ദ ഡേഞ്ചർ സൈൻസ് ഓൺ ഇലക്ട്രിക് പോൾസ് ആൻഡ് അതർ അപ്ലയൻസസ് വാൺ പീപ്പിൾ ദാറ്റ്
electricity can be dangerous if not carefully handled. ഓക്കെ, അതായത് നമ്മൾ വളരെ കെയർലെസ് ആയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റിയുമായിട്ട് നമ്മൾ, അതായത് നമ്മൾ കെയർഫുൾ അല്ല എങ്കിൽ എന്താവും, വളരെ ഡേഞ്ചറസ് ആണ് ഈ ഇലക്ട്രിസിറ്റി. മനസ്സിലായോ? നമ്മളെ ബോഡിയിലേക്ക് കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തീർന്നു, ആള് തീർന്നു. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, യെസ്. യൂസ് ഓൺലി ബാറ്റ്, അതായത് ഇപ്പൊ നിങ്ങളിപ്പോ പല എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പണ്ടൊക്കെ ഞാനാണെങ്കിൽ ഈ നമ്മളെ സെല്ലില്ലേ, എന്താ പറയാ, ബാറ്ററി, നിങ്ങൾ പറയുന്ന ബാറ്ററി, അത് നമ്മളിപ്പം ഇനി അടുത്ത സ്ലൈഡിൽ മനസ്സിലാക്കും അതിന് ബാറ്ററി ആണോ പറയാ, സെല്ലാണോ പറയാന്ന്. ഓക്കെ, ആ ബാറ്ററി അല്ലെങ്കിൽ ആ ഒരു സെല്ല്, ആ ഒരു സെല്ല് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, പണ്ട് ഈ റിമോട്ട് കൺട്രോൾ കാറൊക്കെ മേടിക്കും. പണ്ട് റിമോട്ട് കൺട്രോൾ കാറിൽ മേടിച്ചാൽ അത് ആകെ ഒരു 2 ദിവസം ഉപയോഗിക്കും. പിന്നെ 3ാമത്തെ ദിവസം എന്താകും, അതിനെ അയക്കാൻ തുടങ്ങും. ഈ കത്രിക എടുത്തിട്ട് അയക്കും. കത്രിക എടുത്ത് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള ഒരു മോട്ടർ കിട്ടും, ഒരു കറങ്ങുന്ന സാധനമുണ്ട് മോട്ടർ. ആ മോട്ടർ എന്ത് ചെയ്യും, 2 വയർ വെച്ചിട്ട് ഈ ബാറ്ററിക്ക് കൊടുക്കും. അപ്പൊ ഈ മോട്ടർ ഇങ്ങനെ കറങ്ങും, നിർത്തി കറങ്ങും. അപ്പൊ എന്തോ ഒരു വലിയ സംഭവം പോലെയാ തോന്നുക. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള പല എക്സ്പെരിമെന്റ്സ് ചിലപ്പോ നിങ്ങൾ സ്കൂളിൽ ഇപ്പൊ സയൻസ് ഫെസ്റ്റോ അല്ലെങ്കിൽ സയൻസ് ഡേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അതിനൊക്കെ നിങ്ങൾ യൂസ് ചെയ്യൽ എന്താണ്, നിങ്ങൾ യൂസ് ചെയ്യൽ ബാറ്ററീസ് അഥവാ സെൽസ് ആണ്. മനസ്സിലായോ? അതിൽ കൂടുതൽ, അതായത് പ്ലഗ് വെച്ചിട്ടില്ലേ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യില്ല. മനസ്സിലായോ? യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത് ഡേഞ്ചറസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആക്ടിവിറ്റീസ്, നിങ്ങളുടെ എക്സ്പെരിമെന്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, ബാറ്ററീസും അതേപോലെ സെൽസ് യൂസ് ചെയ്യാം. അതാവുമ്പോൾ വളരെ സേഫ് ആണ്. ഈ ബാറ്ററീസും സെൽസും യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അത്ര ഷോക്കൊന്നും അടിക്കൂല. മനസ്സിലായോ? ഓക്കെ അല്ലേ? എവിടെയൊക്കെ യൂസ് ചെയ്യാം? ടോർച്ച് ലൈറ്റ് അല്ലേ, പിന്നെയോ ക്ലോക്ക്, പിന്നെയോ റേഡിയോ. റേഡിയോ പണ്ടൊക്കെയാണ് റേഡിയോ ഉണ്ടായിരുന്നത്, ഇപ്പൊ റേഡിയോ ഒന്നും ഇല്ല. ഇപ്പൊ കാറിൽ മാത്രം റേഡിയോ കേൾക്കാൻ പറ്റും, FM അല്ലേ. പിന്നെ റിമോട്ട്, TV റിമോട്ട്സ് ആയിക്കോട്ടെ, AC റിമോട്ട്സ് ആയിക്കോട്ടെ, ഇതിലൊക്കെ എന്താ യൂസ് ചെയ്യുക, ബാറ്ററി അഥവാ സെൽസ് യൂസ് ചെയ്യാം. യെസ്, ഫോർ എക്സ്പെരിമെന്റ്സ് വിത്ത് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പോ ഈ ഞാൻ നേരത്തെ മോട്ടറിനെ കുറിച്ച് പറഞ്ഞില്ലേ, ചെറിയ മോട്ടർ, അത് ആരെല്ലാം കറക്കി, ടോയ് കാർ, അതന്നെ ടോയ് കാർ, റിമോട്ട് കൺട്രോൾ കാറില്ലേ, അതിലൊക്കെ ഉണ്ടാവും ഒരു മോട്ടർ. അത് വെച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മോട്ടറിൽ ചെറിയ പേപ്പർ കഷ്ണം ഇങ്ങനെ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഫാൻ പോലെ കറങ്ങും. കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പണ്ട് ഇപ്പല്ല. ചെയ്തിട്ടുണ്ടായല്ലോ? എടാ ഞാൻ പറയുന്ന മനസ്സിലാവുന്നില്ലേ? ഓക്കെ അല്ലേ? നമ്മളെ എവിടെ ഹാനിയ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി വേദശ്രീയും ജോഫിയും ഉണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, ഹാനിയ മൈ ബ്രദർ. ഓക്കെ, ജോഫി പറയുന്നുണ്ട് ജോഫിയുടെ ബ്രദർ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട്? ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതായത് ഈ കറണ്ട് ഉണ്ടല്ലോ, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് യൂഷ്വലി വയേഴ്സിലേക്ക് കൂടിയാ. മനസ്സിലായോ? അതായത് ഫസ്റ്റ് ഇപ്പൊ നിങ്ങൾ വീടൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അവിടെ ഇലക്ട്രീഷ്യൻ വന്നിട്ട് എന്ത് ചെയ്യും, ഈ സ്വിച്ച് ബോർഡിന്റെ മീൻസ് ബാക്കിൽ അകത്തേ കൂടി ഒരു പൈപ്പിനകത്തേ കൂടി ഇങ്ങനെ വയേഴ്സ് ഇങ്ങനെ വലിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ വയേഴ്സ് എന്തിനാ വലിക്കുന്നത്? ഈ സ്വിച്ച് ബോർഡിലേക്ക് കറണ്ട് വരാനാണ്, കറണ്ട് എത്തിക്കാൻ വേണ്ടിയാ. മനസ്സിലായോ? അപ്പൊ ഈ സ്വിച്ച് ബോർഡിലേക്ക് എങ്ങനെ കറണ്ട് എത്തുന്നത്? വയേഴ്സ് വെച്ചിട്ടാണ്. മനസ്സിലായോ? വയേഴ്സ് വെച്ചിട്ടാണ്, വയേഴ്സിലേക്ക് കൂടിയാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നിങ്ങളെ പുറത്ത് മെയിൻ സ്വിച്ച് ഇല്ലേ, മെയിൻ സ്വിച്ച് ഒക്കെ ഉണ്ടല്ലോ, മീറ്റർ ഒക്കെ ഉണ്ടല്ലോ, അവിടെയാണ് ആദ്യം കറണ്ട് എത്തുക. സബ്സ്റ്റേഷൻ എന്നൊക്കെ കറണ്ട് വരും, സബ്സ്റ്റേഷൻ നേരെ ട്രാൻസ്ഫോമറിലെത്തും, ട്രാൻസ്ഫോമറിൽ നിന്ന് കറണ്ട് നിങ്ങളെ വീട്ടിലേക്ക് എത്തുന്നത് എവിടെയാ? നിങ്ങളെ മീറ്ററിലാണ് എത്തുക. പിന്നെ മെയിൻ സ്വിച്ച്, പിന്നെ അവിടുന്ന് കുറെ വയേഴ്സ് ഉണ്ട്, ഇവിടേക്ക് ഉണ്ടാവും, വേറെ റൂമിലേക്ക് വയർ ഉണ്ടാവും, അങ്ങനെ ഓരോ സ്ഥലത്ത് ഉണ്ടാവും, കിച്ചണിലേക്ക് ഉണ്ടാവും. ഓക്കെ, സോ ഈ വയേഴ്സിലേക്ക് കൂടിയാണ് എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുക. മനസ്സിലായല്ലോ? ഈ വയേഴ്സ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ വയേഴ്സ് ബ്രേക്ക് ആയി കഴിഞ്ഞാല്, വയർ ബ്രേക്ക് ആയി കഴിഞ്ഞാല്
കറണ്ട് എന്താവും? കറണ്ട് ഉണ്ടാവില്ല. മനസ്സിലായ? ഓക്കെ അല്ലേ? അതായത് ഈ കറണ്ട് ഫ്ലോ നടക്കണമെങ്കിൽ എന്തുണ്ടാവണം? അയ്യോ പോയാ വന്ന് എന്തുണ്ടാവണം? അവിടെ വയേഴ്സ് ഉണ്ടാവണം. വയേഴ്സ് ഉണ്ടായാൽ മാത്രം പോരാ, അതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കണം. മനസ്സിലായ? അതായത് ഇതാ വയേഴ്സ് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ വരണം. ഇവിടെ ബൾബ്, ഓക്കെ, ഇവിടെ ബൾബ്, ഓക്കെ, പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന്, പിന്നെ ഇവിടെ സ്വിച്ച് ഉണ്ടെന്ന് വിചാരിക്കാം, ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇവിടെ ബാറ്ററി ഉണ്ടെന്ന് വിചാരിക്കാം, ബാറ്ററി അഥവാ സെൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ ഇതൊരു എന്താണ്? ഇതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്, ക്ലോസ്ഡ് ആണ്. മനസ്സിലായി? ഇത് ഓപ്പൺ അല്ല. മനസ്സിലായില്ലേ? ഇതാ ഫുള്ള് കണക്ഷൻ ഉണ്ട്. ഇത് ഇവിടെ എവിടെയും ഓപ്പൺ അല്ല. ഇവിടെ എവിടെയും ഒരു ബ്രേക്കേജ് ഇല്ല. ഒരു ബ്രേക്കേജ് വന്നു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ തടസ്സപ്പെടും. മനസ്സിലായോ? അപ്പോ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഇലക്ട്രിക് കറന്റിന്റെ ഫ്ലോ തന്നെയാണ്. മനസ്സിലായോ? ഒരു ക്ലോസ്ഡ്, എന്താ പറയാ, ഒരു ക്ലോസ്ഡ് ലൂപ്പിലേക്ക് കൂടി അല്ലെങ്കിൽ വയേഴ്സിലേക്ക് കൂടി ഇങ്ങനെ കണക്ഷൻ വഴി കറന്റ് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയാം. ഈ ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്തുണ്ട്? ബൾബ് ഉണ്ടാവാം, സ്വിച്ച് ഉണ്ടാവാം, സെൽ ഉണ്ടാവാം. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? റെസിസ്റ്റർ, റെസിസ്റ്ററും ഉണ്ടാവാം. സാമിനോട് ജോഫിയ ജോസ്, ഓക്കെ. ഐ എം ജസ്ബൽ, ഓക്കെ, ജസ്ബൽ മറിയ ജോയ്, ഓക്കെ, ശരി. യെസ്, എടാ ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഹാനിയ, ജോഫിയ, എല്ലാരും ഒന്ന് കൈപൊക്കിയേ. വേദശ്രീനോട് ഞാൻ ഓൾറെഡി സംസാരിച്ചു. വേദശ്രീ ഒക്കെ എന്താ പറയാ, ഭയങ്കര ഇന്ററാക്റ്റീവാ. ഒന്ന് കൈപൊക്കിയേ, ഒന്ന് സംസാരിക്കട്ടെ. ക്ലിയർ എന്ന് പറയുന്നുണ്ട് വേദശ്രീ. എന്താ ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി ഇവിടെ ചോദിക്കാൻ വേണ്ടിയാണ്, ഗ്രൂപ്പിൽ ചോദിച്ചോ. ഓക്കെ, ഹലോ ഹലോ ഹലോ, പോയോ? ഒന്നും കേട്ടില്ല, കുറച്ച് എയർ മാത്രം കേട്ടെ, കുറച്ച് കാറ്റ് മാത്രം കേട്ടു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് കിടക്കാം. അടുത്ത പാർട്ട് എന്താണ്? അടുത്ത പാർട്ട് നമ്മളെ ഈ സർക്യൂട്ട് കോമ്പോണൻസ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ഇതാ ഇവിടെ ഈ ഒരു സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? പല കോമ്പോണൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ കോമ്പോണൻസിലേക്ക് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, വയർ വെച്ചിട്ട് ഈ ഓരോ കോമ്പോണന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, ഒരു ഇലക്ട്രിക് സർക്യൂട്ട് വരക്കുക, അതിലൊരു ബൾബ് വേണം, അതിലൊരു സെല്ല് വേണം, അതിലൊരു സ്വിച്ച് വേണം. അപ്പോ നിങ്ങൾ ഇങ്ങനെ ഇതാ ഈ ബൾബ് ഇതാ ഇതുപോലെ, അതായത് ഇതിലിപ്പോ കാണിച്ച പോലെ ഇതുപോലെ ബൾബ് വരക്കാൻ നിന്നാല് എന്താവും? കുറെ സമയം എടുക്കും. മനസ്സിലായോ? അപ്പോ ഈ ഇലക്ട്രിക് സർക്യൂട്ടില് നമ്മള് ഇതിനൊക്കെ ചില സിമ്പിൾസ് നമ്മൾ കൊടുക്കും. മനസ്സിലായോ? ചില സിമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഈ കോമ്പോണൻസിനെ റെപ്രസെന്റ് ചെയ്യുക, അവതരിപ്പിക്കുക കേട്ടോ. അപ്പൊ ആ സിമ്പിൾസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓരോ കോമ്പോണന്റിനെ എങ്ങനെയാണ് നമ്മൾ സൂചിപ്പിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇലക്ട്രിക് സെൽ. കേട്ടില്ലേ? അപ്പോ ഇതിനെ എന്ത് പറയും നമ്മള്? ഇതിനെ ഇലക്ട്രിക് സെല്ല് എന്ന് പറയും. കേട്ടില്ലേ? ഇതിനെ എന്ത് പറയും? ഇതിനെ ഇലക്ട്രിക് സെല്ല് എന്ന് പറയും. ബാറ്ററി അല്ല, സെൽ. കേട്ടില്ലേ? ഇനി വീട്ടില് അച്ഛനോ അമ്മയോ എന്ത് മേടിക്കണം? ബാറ്ററി മേടിക്കണം എന്ന് പറയുമ്പോൾ പറയണം, അച്ഛാ അത് ബാറ്ററി അല്ല, അത് ഒറ്റ ഒന്നാണെങ്കിൽ അതിനെ സെല്ല് എന്ന് പറയും എന്ന് പറയണം കേട്ടോ. അപ്പൊ സെല്ല് എന്ന് വെച്ചാൽ എന്താണ്? ഒറ്റ ഒന്ന്, ഇതിന്റെ ഒറ്റ ഒരു കോമ്പോണന്റ്, അതായത് ഒറ്റ ഒന്നേ ഉള്ളെങ്കിൽ ഇതിനെ നമ്മൾ ഇലക്ട്രിക് സെല്ല് എന്നാ പറയാ. കേട്ടില്ലേ? ഇനി അങ്ങനെയല്ല, ഇതിന്റെ ബാക്കിൽ ഞാൻ വേറൊരു സെല്ലും കൂടി കണക്ട് ചെയ്യാണ്, നമ്മളെ ടോർച്ചിലൊക്കെ പോലെ ഒന്നിന്റെ ബാക്കിൽ വേറെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ അതിനെ ബാറ്ററി എന്ന് പറയും. മനസ്സിലായ? അതായത് സെല്ലിന്റെ കോമ്പിനേഷനെയാണ് നമ്മൾ ബാറ്ററി എന്ന് പറയാം. ഒറ്റ ഒരെണ്ണാണെങ്കിൽ ഇതിനെ നമ്മൾ സെല്ല്, ഇലക്ട്രിക് സെല്ല് എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ ഇനി മുതൽ നമ്മൾ ഈ ഒറ്റ ഒന്നിനെ ബാറ്ററി എന്ന് പറയില്ല, ഇതിനെ സെല്ല് എന്നാണ് നമ്മൾ വിളിക്കുക കേട്ടോ. അപ്പോ ഈ ഇലക്ട്രിക് സെല്ല് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? വളരെ സിമ്പിൾ ആണ്. നോക്ക്, ഇതാ
ഇവിടെ നോക്കുക, ഇതാ ഇങ്ങനെ പോയി. ഓക്കെ, ഈ പോസിറ്റീവ് സൈൻ ഉണ്ടല്ലോ, ഈ പോസിറ്റീവ് സിമ്പിൾ ഉണ്ടല്ലോ, പോസിറ്റീവ് എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ വരയാ, കുറച്ച് വലിയ വരയാ. നെഗറ്റീവ് എങ്ങനെ നമ്മൾ സൂചിപ്പിക്കുക? കുറച്ച് ചെറിയ വര. ഓക്കെ, കുറച്ച് ചെറിയ വര, നേരെ വേണേ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് സെല്ലിന്റെ സിമ്പിൾ. ഇവിടെ ഈ വലുത് എന്താണ്? വലുത് പോസിറ്റീവ് ആണ്, ചെറുത് നെഗറ്റീവ് ആണ്. ക്ലിയർ ആണോ? അതായത് ഇതാ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും. ഇതിങ്ങനെ തടിയാക്കി, ഇത് കുറച്ച് തിക്കായിട്ട് വരക്കണം എന്നൊന്നുമില്ല. ഇതാ ഞാൻ ഇവിടെ താഴെ വരച്ചില്ലേ, അതേപോലെ വരച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കേട്ടില്ലേ? ഇതാ പോസിറ്റീവ് എങ്ങനെയാ? കുറച്ച് വലിയ വര, നെഗറ്റീവ് കുറച്ച് ചെറിയ വര. ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എല്ലാരും വരച്ചോ? ഇത് വരക്കണ്ട കേട്ടോ, ഈ മഞ്ഞ കളർ ഇത് വരക്കണ്ട, ജസ്റ്റ് ഇതിന്റെ സിമ്പിൾസ് വരച്ചാൽ മതി. ഓക്കെ ആണോ? സർ വീഡിയോ ബ്ലാങ്ക് ആണ്. വീഡിയോ ബ്ലാങ്ക് ആണോ? പോസിറ്റീവ് ഓൺ ടോപ്പ്, നെഗറ്റീവ് ഓൺ ബോട്ടം. വീഡിയോ ദാറ്റ് സെയിം ക്വസ്റ്റ്യൻ ആസ്ക് ഫോർ എക്സാം. ഓക്കെ, ഏത് വീഡിയോ ഹാനിയ? ഏത് വീഡിയോ ആണ് അത്? ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഞാൻ വീഡിയോ പ്ലേ ചെയ്തിട്ടില്ല. ബാക്കി എല്ലാവർക്കും കാണാമോ? വേദശ്രീ OHNS, അതെന്താണ്? ഇപ്പൊ ഓക്കെ ആണ്. ഓക്കെ, ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? വി ലേൺ ദോസ് ഇൻ ATL ക്ലാസ് ഇൻ ക്ലാസ് 6. വെരി ഗുഡ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് എന്നെ പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ ഇപ്പൊ ഓക്കെ ആണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് പോവാം. ഇത് മനസ്സിലായില്ലേ? സെല്ല് മനസ്സിലായില്ലേ? സെല്ല് ഡൗട്ട് ഇല്ലല്ലോ? ഇലക്ട്രിക് സെല്ല് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആയിരിക്കും, എനിക്കറിയാം, എൻ്റെ മക്കൾക്കെല്ലാം മനസ്സിലായി. അടുത്തത് ഇലക്ട്രിക് ബൾബ്. ഒരു ബൾബ് നിങ്ങളോട് പറയാണ്, പരീക്ഷക്ക് ഒരു ബൾബ് വരക്കാന്ന് പറയാണ്. അപ്പോൾ ഈ ബൾബിനെ നിങ്ങൾ, അതായത് നമ്മളെ വീട്ടിലെ ബൾബ് പോലെ ഇതുപോലെ ഇങ്ങനെ വരച്ചാൽ ശരിയാവോ? ഇല്ല. കാരണം എന്താ? കുറേ സമയം എടുക്കും അല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇതാ ഇത്രയേ ഉള്ളൂ. ഒരു സെക്കൻഡ്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പോവാ. നമ്മുടെ മലയാളത്തിൽ താ ഇങ്ങനെ എഴുതാ, താ എഴുതുന്ന പോലെ ഇതാ ഇങ്ങനെ പോവാ. ഓക്കെ, എന്നിട്ട് ഇവിടെ പോവാ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സർക്കിൾ അങ്ങ് ഇട്ട് കൊടുക്കുന്നു. ആയി, നമ്മുടെ ബൾബായി. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ബൾബ് റെപ്രസെന്റ് ചെയ്യുക. ബൾബിന്റെ സിമ്പിൾ ഇതാണ്. ക്ലിയർ അല്ലേ? ഇനി ഞാൻ വരച്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തെങ്കിൽ ഇതാ ഇവിടെ വേറെ ഒന്നുണ്ട്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ബട്ട് വി ഡോണ്ട് യൂസ് ദിസ് സിമ്പിൾ. വി വാണ്ട് ടു ബി എക്സ്പ്ലെയിൻ ആൻഡ് നീഡ് ടു ഡ്രോ. But we don't use this symbol. We want to be explain and need to draw. അതെ, വരക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞേ. അതായത് ഇത് അങ്ങനെയല്ല ചോദിക്കുക, ഇത് കോമ്പോണൻസ് ആയിട്ടല്ല, ഇത് സർക്യൂട്ട്, ഇലക്ട്രിക് സർക്യൂട്ട് ആയിട്ടാണ് ചോദിക്കുക. ഇലക്ട്രിക് സർക്യൂട്ടിൽ ഒരു ബൾബ് വേണം, സ്വിച്ച് വേണം, സെല്ല് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓരോന്നിന്റെ സിമ്പിൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിലല്ലേ വരക്കാൻ പറ്റുക അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഓരോന്നിന്റെ സിമ്പിൾ എന്താണെന്ന് പഠിക്കണം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? വരയ്ക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഓക്കെടാ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അടുത്ത് നോക്കാം. സ്വിച്ച് ഓൺ പൊസിഷൻ. അപ്പോ ഇതിലിപ്പോ നിങ്ങൾ ലെഫ്റ്റിൽ കാണുന്ന പോലെ വീട്ടില് ഇങ്ങനത്തെ സ്വിച്ച് അല്ല ഉണ്ടാവുക അല്ലെ? ഇതുപോലെ ഒരു സ്വിച്ച് അല്ല ഉണ്ടാവുക അല്ലെ? ഇത് ജസ്റ്റ് നമ്മള് എന്താ പറയാ, നമ്മളെ സ്കൂളിലൊക്കെ എന്തെങ്കിലും ഫെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു സ്വിച്ചാണ്, നമ്മൾ സേഫ്റ്റി പിൻ വെച്ചിട്ട് അല്ലെ? അപ്പോൾ സ്വിച്ച് ഓൺ പൊസിഷനിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഇതാ
ഒന്നുമില്ല, ഇങ്ങനെ പോവാം, ഒരു ഡോട്ട് കൊടുക്കുക, എന്നിട്ടോ വേറൊരു ഡോട്ട് ഇവിടെ കൊടുക്കുക, എന്നിട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് ഇത് രണ്ടും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇത് രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ പൊസിഷനിലാണ്. കേട്ടില്ലേ? ആ രണ്ട് ഡോട്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ച് ഓൺ പൊസിഷനിലാണ് എന്നാണ് അർത്ഥം. കേട്ടില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പോട്ടെ, കുറച്ച് മുകളിലേക്ക് തന്നെ വരച്ചോ, കുഴപ്പമില്ല. ഇത് സാധാരണ ഇപ്പൊ നമ്മൾ മുകളിൽ വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതാ ഇവിടുന്ന് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങനെ ജോയിൻ ചെയ്തോ, ഇങ്ങനെ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ ജോയിൻ ചെയ്താൽ മതി. സ്വിച്ച് ഇൻ ഓൺ പൊസിഷൻ. ഓക്കെ, അങ്ങനെയാണ്. ഓഫ് പൊസിഷൻ എങ്ങനെ ആയിരിക്കും? ഓഫ് പൊസിഷൻ എങ്ങനെ ആയിരിക്കും ഒന്ന് പറയാറിലും ആരെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ട് പറയാൻ പറ്റുമോ ഓഫ് പൊസിഷൻ എങ്ങനെ ആയിരിക്കാം എന്ന്? എങ്ങനെ ആയിരിക്കാം സ്വിച്ച് ഇൻ ഓഫ് പൊസിഷൻ? ഓക്കെ, ഹലോ ഹലോ പറഞ്ഞോ. ഈ കുത്തിന്റെ മുകളിലല്ലേ വരല്ല, അപ്പൊ ഓഫ് ആണെങ്കിൽ താഴെ ആയിരിക്കും വരണ്ടാവുക. കുത്തിന്റെ താഴെ അല്ലേ? അല്ല, അങ്ങനെയല്ല. അതായത് ഓഫ് ആണെങ്കിൽ നോക്ക്, അതായത് ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാ. നോക്ക്, സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞാല് ഇവിടെ ഇപ്പൊ ഞാൻ ഇത് ഓഫ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ കണ്ടോ, ഇതാ ഇവിടെ ഞാൻ ഇതിപ്പോ ഓഫ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ സേഫ്റ്റി പിന്നിന് എന്ത് ചെയ്യണം? കുറച്ച് അങ്ങോട്ടേക്ക് മാറ്റണം അല്ലെ? അതായത് ഞാൻ അവിടുന്ന് മാറ്റിയിട്ട് ആ കണക്ഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാല്, കണക്ഷൻ ബ്രേക്ക് ചെയ്തു, അതായത് ഇതാ ഇവിടുന്ന് ഞാൻ ആ സേഫ്റ്റി പിൻ ഇങ്ങനെ ആക്കാണ്. ഓക്കെ, ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോ ഈ ഒരു പോയിന്റും കണക്ഷൻ ഉണ്ടോ? ഇല്ല. ഇതാണ് ഓഫ് പൊസിഷൻ. അതായത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഇതാ ഇങ്ങനെ വരും, രണ്ട് ഡോട്ട് കൊടുക്കുക നേരത്തെ പോലെ, എന്നിട്ട് എന്ത് ചെയ്യാ, എന്നിട്ട് ഇവിടുന്ന് തുടങ്ങുക, എന്നിട്ട് അവിടെ മുട്ടിക്കണ്ട. ഇതാ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? പോയാ എല്ലാരും പോയി? മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഈസി അല്ലേ? കുറച്ച് വരച്ചു പഠിക്കണം, അത്രേ ഉള്ളൂ, ബാക്കിയെല്ലാം സിമ്പിളാ. ജസ്ബൽ ഓക്കെ അല്ലേ? വരച്ചില്ല എല്ലാരും? മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് ഈ ഫിഗറിൽ, ആദ്യത്തെ ഫിഗറിൽ എന്ത് ചെയ്താൽ മതി? ഇതിപ്പോ കണക്ഷൻ ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് കുറച്ച് മുകളിലേക്ക് ആക്കിയാൽ മതി അല്ലെ? അപ്പൊ അതേപോലെ എന്ത് ചെയ്തു, ഞാൻ ഈ വര എന്ത് ചെയ്തു, കുറച്ച് മുകളിലേക്ക് ആക്കി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇത് മായ്ച്ചു കളഞ്ഞേക്കാം, കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, കാരണം അടുത്തതിൽ നമ്മൾ ഓഫ് പൊസിഷൻ ഇപ്പൊ പറയും. കണ്ട, ഇതാണ് ഞാനിപ്പോ പറഞ്ഞത്. യെസ്, എങ്ങനെ വരിക? ഇതാ ഇങ്ങനെ വന്നു, ഇവിടെ ഒരു ഡോട്ട്, ഇവിടെ ഒരു ഡോട്ട്. യെസ്, എന്നിട്ട് നേരെ പോവാ. ഇനി ഇത് രണ്ടും ജോയിൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇത് രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഈ രണ്ട് ഡോട്ട്സും ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ അർത്ഥം സ്വിച്ച് ഓൺ ആണ് എന്നാണ്. ഓക്കെ, സ്വിച്ച് ഓഫ് ആക്കി വെക്കണം. അപ്പൊ ഓഫ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ മതി. ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാല് നമ്മുടെ സ്വിച്ച് ഓഫ് ആയി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, യെസ്. ഈ ചാപ്റ്റർ തുടങ്ങിയോ? സ്കൂളിൽ ഈ ചാപ്റ്റർ തുടങ്ങിയോ? ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററാ, വളരെ സിമ്പിൾ ആണ്, മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാ. ഈ ചാപ്റ്റർ എന്നല്ല, ഫിസിക്സിലെല്ലാം പൊതുവെ സിമ്പിളാ, നോ ഡൗട്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സ്കൂളിൽ തുടങ്ങിയില്ല, നോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി പ്രശ്നമില്ല, എന്തായാലും ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തില്ലേ. ഇനിയിപ്പോ ടീച്ചർ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയാൻ പറ്റൂലേ അല്ലേ? പറയാൻ പറ്റുമല്ലോ. അടുത്തത് ബാറ്ററി കണ്ടോ? ബാറ്ററി എന്ന് പറയുമ്പോൾ
ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അതായത് സെല്ലിന്റെ കോമ്പിനേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒറ്റ ഒരെണ്ണാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, സെല്ല് എന്ന് പറയും. പക്ഷേ ഒരു സെല്ലിന്റെ ബാക്കിൽ ഇതാ വേറൊരു സെല്ല് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന്റെ ഒരു കോമ്പിനേഷൻ, ഈ ഒരു കോമ്പിനേഷനാണ് നമ്മൾ എന്ത് പറയാ, ബാറ്ററി എന്ന് വിളിക്കുക. മനസ്സിലായോ? രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സെൽസിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാല്, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് 2 or more സെൽസ്. ക്ലിയർ അല്ലേ? കോമ്പിനേഷൻ ഓഫ് 2 or more സെൽസിനെ നമ്മൾ എന്ത് പറയും, ബാറ്ററി എന്ന് പറയും. ക്ലിയർ അല്ലേ? ഒറ്റ ഒരെണ്ണാണെങ്കിൽ എന്ത് പറയും, നമ്മൾ അതിനെ ഇലക്ട്രിക് സെല്ല് എന്ന് പറയും. ക്ലിയർ? അപ്പോ ഈ രണ്ട് സെല്ല് അല്ലെങ്കിൽ ഈ ബാറ്ററി, രണ്ട് സെൽസിന്റെ കോമ്പിനേഷൻ ബാറ്ററി. ഈ ബാറ്ററി ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു സെൽ ഹോൾഡറിലാ. ഇതൊരു ഹോൾഡർ ആണ്. ഈ ഹോൾഡറിന്റെ ഇടക്കാണ് ഇതിനെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോ ബാറ്ററിന്റെ സിമ്പിൾ നമുക്ക് പഠിക്കാം. ബാറ്ററിന്റെ സിമ്പിൾ വളരെ സിമ്പിൾ ആണ്. നോക്കിക്കോ, ഇങ്ങനെ പോവാം, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇതാ ഇവിടെ നോക്ക്. ഇവിടെ ഏതാണ് ആദ്യം വരുന്നത്? ഏത് ടെർമിനൽ ആദ്യം വരുന്നത്? സെല്ലിന്റെ ഏത് ടെർമിനലാ? സെല്ലിന് 2 ടെർമിനൽ ഉണ്ട്, അത് എല്ലാവർക്കും അറിയാലോ. എല്ലാവരും സെല്ല് കണ്ടിട്ടുണ്ടാവും എന്തായാലും, റിമോട്ടിനകത്തൊക്കെ ഉണ്ടാവുന്നത്. അത് ജസ്റ്റ് നോക്കിയാൽ ഒരു സൈഡ് പോസിറ്റീവും മറ്റു സൈഡ് നെഗറ്റീവും അല്ലെ. ഒരു സൈഡ് പോസിറ്റീവും നെഗറ്റീവും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഒരു സൈഡ് എന്തുണ്ടാവും? ഒരു സൈഡ് പ്ലസ് ഉണ്ടാവും, മറ്റു സൈഡ് മൈനസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ പ്ലസ് ഇല്ലതിനെ നമ്മൾ പോസിറ്റീവ് എന്ന് പറയും, മൈനസിനോ നെഗറ്റീവ് എന്ന് പറയും. ഓക്കെ, ഇനി ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത്, ഇത് വയറാണ്, ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഏത് ടെർമിനലാ ഫസ്റ്റ്? പോസിറ്റീവ് ടെർമിനലാണ്. അപ്പൊ സെല്ലിന്റെ പോസിറ്റീവ് നമ്മൾ എങ്ങനെയാ സൂചിപ്പിക്കുക? യെസ്, ഒരു വലിയ വര, ഒരു വലിയ വര. എന്നിട്ടോ നെഗറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ എങ്ങനെ സൂചിപ്പിക്കുക? ഒരു ചെറിയ വര അല്ലെ. ഇനി ഈ നെഗറ്റീവ് കഴിഞ്ഞിട്ട്, ഈ ആദ്യത്തെ നെഗറ്റീവ് കഴിഞ്ഞിട്ട് ഏതാണ് വരുന്നത്? പോസിറ്റീവ് ആണ് വരുന്നത്. രണ്ടാമത്തെ പോസിറ്റീവ് ആണ് വരുന്നത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ആദ്യം ഒരു വലിയ വര വരക്കാം. ആദ്യം ഒരു വലിയ വര വരക്കുക. ഓക്കെ അല്ലേ? പിന്നെ രണ്ടാമത്തെ നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പൊ ഒരു ചെറിയ വര വരക്കുക. എന്നിട്ട് ഈ വര വരക്കുക. എന്നിട്ട് ഇത് രണ്ടും അതായത് കമ്പൈൻ ചെയ്യണം. ഓക്കെ, അപ്പൊ കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഡോട്ടഡ് ലൈൻസ് വരക്കുന്നു. ആദ്യത്തെ നെഗറ്റീവിൽ നിന്ന് രണ്ടാമത്തെ പോസിറ്റീവിലേക്ക് ഇങ്ങനെ ചെറിയ ഡോട്ടഡ് ലൈൻസ് വരക്കണം. ഓക്കെ, അപ്പൊ നമ്മളെ ബാറ്ററിന്റെ സിമ്പിളും ആയി. സർ ഇറ്റ് ഈസ് സ്ക്വയർ ഓർ സർക്കിൾ ഡോട്ട്സ്. അത് ഏതും ആവാം, കുഴപ്പമില്ല. ജസ്റ്റ് പെൻസിൽ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ, ചെറിയ ചെറിയ ഡോട്ട് തന്നെ വേണമെന്നില്ല, ഇങ്ങനെ വര വരച്ചാൽ മതി കേട്ടോ. ഇതുപോലെ വര വരച്ചാൽ മതി. ഇതുപോലെ ഇങ്ങനെ വര വരച്ചാൽ മതി. സിമ്പിൾ. മനസ്സിലായോ? യെസ്, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഹാനിയ ഏത് സ്കൂളാ? എവിടെയാ സ്ഥലം? എവിടെയാ എല്ലാരും സ്ഥലം? എവിടെയാ? എന്റെ പേര് ഞാൻ പറഞ്ഞില്ലേ? എന്റെ സ്ഥലം പയ്യന്നൂരാട്ടോ. പയ്യന്നൂര്, കണ്ണൂർ. ഇപ്പൊ നിലവില് കാലിക്കറ്റ് വർക്ക് ചെയ്യാണ്. ഓക്കെ, യെസ് ക്ലിയർ, യെസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സ്കൂള് തുറന്നപ്പോഴേക്കും മഴയും പോയി അല്ലേ, അല്ലെങ്കിൽ ലീവ് കിട്ടിയേനെ. ഓക്കെ അല്ലേ? നോട്ട് സേ നെയിം, നോട്ട് സേ നെയിം. ഞാൻ പേര് പറഞ്ഞില്ലേ? ഞാൻ പേര് പറഞ്ഞല്ലോ. ഞാൻ പേര് പറഞ്ഞു. എന്റെ പേര് വരുൺ, വരുൺ കുമാർ വി. ഓക്കെ, ആലുവ. ഓക്കെ, കാലിക്കറ്റ്. യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് വയറിനെ നമ്മൾ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യും? വയറ് ഒന്നുമില്ല, ഇതാ ജസ്റ്റ് ഇതാ ഇതുപോലെ വരച്ചാൽ മതി. ഇതുപോലെ ഒരു നേരെ വര കഴിഞ്ഞ്, അത്രേ ഉള്ളൂ. വയേഴ്സ് അങ്ങനെ സൂചിപ്പിക്കാം കേട്ടോ. വയേഴ്സിന് ഒരു ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഇതാ ഇത്ര ഒരു വര വരച്ചാൽ ഇതാ, ഇതും വയറാണ്. ഇനിയിപ്പം മുകളിൽ താഴേക്ക് ഇങ്ങനെ വരച്ചാൽ അതും വയറാണ്. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഒന്നും വരച്ചൂടാ, ഡയഗണലി ഒന്നും വരച്ചൂടാ, അത് വയറാവില്ല. വരക്കുണ്ടെങ്കിൽ എങ്ങനെ വരക്കാം? വരക്കുണ്ടെങ്കിൽ വയേഴ്സ് ഒന്നിക്കല് ഒറ്റ
സെക്കൻഡ്. ഒന്നുകിൽ ഇതുപോലെ വരക്കാം, പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ. പിന്നെ വരക്കുമ്പോൾ സ്കെയിൽ യൂസ് ചെയ്ത് വരക്കണം, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പോൾ അതായത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, വയേഴ്സ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. അതുപോലെ നമ്മൾ ബാറ്ററി ഒക്കെ വരക്കുമ്പോൾ ഇതുപോലെ ഫ്രീ ഹാൻഡ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ വരക്കുമ്പോൾ ചിലപ്പോൾ വളഞ്ഞു പോയാലുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതും നമ്മൾ സ്കെയിൽ വെച്ച് വരക്കുവാണെങ്കിൽ കുറച്ച് നല്ല വൃത്തി ഉണ്ടാവും. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അങ്ങനെയല്ല, സ്കെയിൽ യൂസ് ചെയ്യാണ്ട് തന്നെ വൃത്തിയിൽ നല്ല വരക്കാൻ അറിയാമെങ്കിൽ അത് അങ്ങനെ വരക്കാം, കുഴപ്പമൊന്നുമില്ല. യെസ്, ക്ലിയർ അല്ലേ? കുറ്റിച്ചിറ ബിരിയാണി അല്ലേ? കുറ്റിച്ചിറ ബിരിയാണി, ഓക്കെ, കേട്ടിട്ടുണ്ട് കുറ്റിച്ചിറ. ഓക്കെ, അപ്പോ വയേഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ? യെസ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതില് ആ ഒരു ക്വസ്റ്റ്യൻ ഇല്ല, പക്ഷെ ഞാൻ നിങ്ങളോട് പറയാണ്, അതായത് ഒരു ഇലക്ട്രിക് സർക്യൂട്ട് വരക്കുക. ഓക്കെ, അതില് ഞാൻ ഇവിടെ എഴുതി തരാം എന്തൊക്കെയാ അതിൽ വേണ്ടത്. ഒരു ഇലക്ട്രിക് സർക്യൂട്ട് വരക്കണം. അതില് ബാറ്ററി ഉണ്ടാവണം. ബാറ്ററി വിത്ത് 3 cells, 3 cells ഉണ്ടാവണം. മനസ്സിലായില്ലേ? അപ്പോ ബാറ്ററി 3 സെൽസിന്റെ വരക്കണം. പിന്നെ വയേഴ്സ് വേണം, വയേഴ്സ് എന്തായാലും ഉണ്ടാവണമല്ലോ, വയേഴ്സ്. പിന്നെ ഒരു എന്താ വേണ്ടേ, സ്വിച്ച് ഇൻ ഓൺ പൊസിഷൻ. വേണ്ട, ഓൺ പൊസിഷൻ മതി. ഓക്കെ, സ്വിച്ച് ഇൻ ഓൺ പൊസിഷൻ. പിന്നെ ഒരു ബൾബ്. ഇതൊക്കെ വെച്ചിട്ട് ഒരു സർക്യൂട്ട് വരക്കാൻ പറ്റുമോ ഇല്ലയോ? ബാറ്ററി വിത്ത് 3 സെൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബാറ്ററി. പിന്നെ വയർ അറിയാലോ അങ്ങനെ വരക്കണ്ട്. സ്വിച്ച് ഓൺ പൊസിഷനിലായിരിക്കണം. പിന്നെ ഒരു ബൾബും ഉണ്ടാവണം. വരക്കാൻ പറ്റുമോ ഇല്ലയോ? വരക്കാൻ പറ്റൂലേ? ഒന്ന് വരച്ചേ, എന്നിട്ട് ഞാൻ വരക്കാം കേട്ടോ. ഒന്ന് വരക്കാം, എന്നിട്ട് ഞാൻ വരക്കാം. ഒരു സ്റ്റാർട്ടിങ് വേണമെങ്കിൽ ഞാൻ തരാം. യെസ്. അപ്പോ ഫസ്റ്റ് ബാറ്ററി തുടങ്ങാം. ബാറ്ററി പറയുമ്പോ ഫസ്റ്റ് പോസിറ്റീവ് വേണം അല്ലെ? പോസിറ്റീവ് കഴിഞ്ഞിട്ട് ഒരു നെഗറ്റീവ് വേണം. പിന്നെ രണ്ടാമത്തെ സെല്ലിന്റെ പോസിറ്റീവ് വേണം. പിന്നെ രണ്ടാമത്തെ സെല്ലിന്റെ നെഗറ്റീവ് വേണം. പിന്നെ മൂന്നാമത്തെ സെല്ലിന്റെ പോസിറ്റീവ് വേണം. അയ്യോ, വരക്കുന്നതിൽ കുറച്ച് ഞാൻ ബാക്കോട്ടാ, ഒരു സെക്കൻഡ്. ഓക്കെ, മൂന്നാമത്തേന്റെ ഒരു വലിയ പോസിറ്റീവ്, മൂന്നാമത്തേന്റെ ഒരു ചെറിയ നെഗറ്റീവ്. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇനി കണക്ട് ചെയ്യണ്ടേ? കണക്ട് ചെയ്യുന്നത് ഡോട്ടഡ് ലൈൻസ് ആയിരിക്കണമല്ലോ. ആണ്. ആദ്യത്തെ കണക്ട് ചെയ്തു, രണ്ടാമത്തെ നെഗറ്റീവിൽ നിന്ന് മൂന്നാമത്തെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മള് ബാറ്ററി ആയി, 3 സെല്ലിന്റെ ബാറ്ററി ആയി. ഇനി ഒരു സെക്കൻഡ്. അയ്യോ, പോയോ? ഓക്കെ, ഒന്നും കൂടി എഴുതാം. വെയിറ്റ്. എന്തൊക്കെയാ പറഞ്ഞേ? ബൾബ് വേണം. ഓക്കെ, പിന്നെ ബാറ്ററി വേണം അല്ലെ? ബാറ്ററി വേണം 3 സെല്ല്. ഓക്കെ, പിന്നെ സ്വിച്ച് വേണം അല്ലെ? സ്വിച്ച് ഇൻ ഓൺ പൊസിഷൻ. പിന്നെ ഓൺ പൊസിഷൻ. പിന്നെ എന്താ വേണ്ടേ? വേറെ എന്താ വേണ്ടത്? വയർ വേണം. വയർ ഇല്ലാണ്ട് പറ്റൂലല്ലോ. യെസ്, വയേഴ്സ്. ഓക്കെ, സോ ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഇലക്ട്രിക് സർക്യൂട്ട് വരക്കാൻ പോവാണേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബാറ്ററി വരച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടി വരക്കേണ്ടി വരും. പോസിറ്റീവ് നെഗറ്റീവ്. കുറച്ച് ദൂരമായി പോയി. നിങ്ങളെല്ലാം സ്കെയിൽ വെച്ചിട്ട് വരക്കാം കേട്ടോ, വൃത്തിയിൽ. ഓക്കെ, ഞാൻ കുറച്ച് ഇതിൽ സ്കെയിൽ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്
ഞാൻ കുറച്ച് പെട്ടെന്ന് വരക്കാം. ഓക്കെ, മൂന്നാമത്തെ പോസിറ്റീവ്, മൂന്നാമത്തെ നെഗറ്റീവ്. ഇനി ആദ്യത്തെ നെഗറ്റീവിൽ നിന്ന് രണ്ടാമത്തെ പോസിറ്റീവിലേക്ക് ഡോട്ടഡ് ലൈൻ, രണ്ടാമത്തെ നെഗറ്റീവിൽ നിന്ന് മൂന്നാമത്തേലേക്ക് ഡോട്ടഡ് ലൈൻ. ഓക്കെ, അപ്പൊ നമ്മൾ ബാറ്ററി ആയി. ഇനി എന്താ, ഇനി സ്വിച്ച് വേണം, ബൾബ് വേണം അല്ലെ. അപ്പോ ഇതുപോലെ വയർ വരക്കാം. ഇങ്ങനെ വയർ വന്നു, ഇവിടെ വേറൊരു വയർ ഞാൻ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, അവിടെ വരെ ആയി, അവിടെ വരെ നിൽക്കട്ടെ. ഇനി സ്വിച്ച് ഇൻ ഓൺ പൊസിഷൻ. സ്വിച്ച് ഇൻ ഓൺ പൊസിഷൻ, നിങ്ങൾക്ക് ഈ സ്വിച്ച് ഇൻ ഓൺ പൊസിഷൻ പറയുമ്പോൾ ഇതാ സ്വിച്ച് വേണമെങ്കിൽ ഇതാ ഇവിടെ തന്നെ വരക്കാം. ഇതാ ഇവിടെ ഒരു ഡോട്ട് ഇട്ടു, ഇവിടെ ഒരു ഡോട്ട് ഇട്ടു, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു, ഇവിടെ ഞാൻ കണക്ട് ചെയ്തു. ഓക്കെ, അതിന്റെ മുകളിൽ കണക്ട് ചെയ്യണമെങ്കിൽ മുകളിൽ കണക്ട് ചെയ്യുക കേട്ടോ. അതിന്റെ മുകൾ ഭാഗത്ത് കണക്ട് ചെയ്യാം. യെസ്, വെയിറ്റ് യാ, ഇതിന്റെ മുകൾ ഭാഗത്ത് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ഒരു സെക്കൻഡ്. മുകൾ ഭാഗത്ത് ഇവിടെ ടച്ച് ചെയ്യണം കേട്ടോ. ടച്ച് ചെയ്തു, അപ്പൊ സ്വിച്ച് ആയി, ബാറ്ററി ആയി. ഇനി എന്താ ഉള്ളത്, ഇനി ബൾബ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ മുകളിലേക്ക് ഇതാ ഇതുപോലെ വരക്കുന്നു. ഓക്കെ, ഇനി ഇവിടുന്ന് എന്തുണ്ട്, ഇവിടുന്ന് ഒരു വയർ കുറച്ച് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇവിടുന്ന് താഴേക്ക് നേരെ വരക്കുക, താഴേക്ക് നേരെ വരച്ചു. ഇനി ഇതാ വയർ, അടുത്ത വയർ ഇതാ ഇതുപോലെ വരച്ചു. പിന്നെ ബൾബ് ഉണ്ട്. ബൾബ് എങ്ങനെ വരക്കും, ബൾബ് ഇതാ ഇതുപോലെ വരക്കും, ഇതുപോലെ വരച്ചിട്ട് ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി. പിന്നെ എന്തുണ്ട്, ഇവിടെ ഒരു വട്ടം, സർക്കിൾ. ഓക്കെ, അപ്പോ നമ്മളെ സർക്യൂട്ടായി. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വരച്ചു കഴിഞ്ഞു. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് എഴുതാം എന്തൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചത് എന്ന്. സ്വിച്ച് ഇൻ ഓൺ, ബാറ്ററി. ഓക്കെ, പിന്നെ ബൾബ്. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും അടയാളപ്പെടുത്താം വേണമെങ്കിൽ. ഓക്കെ, ഇനി അതില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പോസിറ്റീവും നെഗറ്റീവും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ വരക്കുമ്പോൾ നല്ല വൃത്തിയിൽ വരക്കാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത് വരക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പല ഡൗട്ട് ഉണ്ടാവും. ഞാൻ പറയാം, നോക്ക്, ഈ ബൾബ് നിങ്ങൾക്ക് ഇവിടെ തന്നെ വരക്കണം എന്നൊന്നുമില്ല. ഈ ബൾബ് ഇവിടെ വരക്കണം എന്നില്ല. ഈ ബൾബ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇവിടെ വരക്കാം, ഇവിടെ വരക്കാം. ഈ സ്വിച്ച് ഇവിടെ തന്നെ വരക്കണം എന്നില്ല. ഈ സ്വിച്ച് വേണമെങ്കിൽ ഇവിടെ വരക്കാം. ഈ സ്വിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരക്കാം. ഒരു കുഴപ്പമില്ല, ആരും ഒന്നും പറയില്ല. കേട്ടില്ലേ, മനസ്സിലായില്ലേ, ക്ലിയർ അല്ലേ? യെസ്. പക്ഷെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്താണ്, ഈ ബാറ്ററിയിൽ ഒരു സെല്ലിന്റെ നെഗറ്റീവ് കഴിഞ്ഞാൽ അടുത്തതിന്റെ പോസിറ്റീവ് വരും. ഒരു സെല്ലിന്റെ നെഗറ്റീവ് കഴിഞ്ഞാൽ അടുത്തതിന്റെ പോസിറ്റീവ് ആണ് വരക്കേണ്ടത് കേട്ടോ. നെഗറ്റീവ് കഴിഞ്ഞാൽ അടുത്തതിന് നെഗറ്റീവ് വരച്ചുകൂടാ. നെഗറ്റീവ് കഴിഞ്ഞാൽ അടുത്തതിന്റെ പോസിറ്റീവ്, നെഗറ്റീവ് കഴിഞ്ഞാൽ അടുത്തതിന്റെ പോസിറ്റീവ്. ക്ലിയർ അല്ലേ? ഇസ് ദർ എനി പ്രോബ്ലം വെൻ വി പുട്ട് സ്വിച്ച് വെർട്ടിക്കലി? ഒരു പ്രശ്നമില്ല, അങ്ങനെ വരക്കാം. മൈൻ ഗോട്ട് പിക്കോ സ്വിച്ച് വെർട്ടിക്കലി വരക്കാം. ഇതാ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അവിടെ വരക്കണമെന്നില്ല, എവിടെ വേണം വരക്കാം, എങ്ങനെ വേണം വരക്കാം കേട്ടോ. ഈ സ്വിച്ച് ഞാൻ ഇവിടുന്ന് മാറ്റി, ഈ സ്വിച്ച് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഇത് വെർട്ടിക്കൽ വരക്കാൻ പോണേ സ്വിച്ച്. പക്ഷെ നിങ്ങൾ വളരെ ഈസി ആയിട്ട് വരക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഇവിടെ തന്നെ വരച്ചാൽ മതി കേട്ടോ. ഇവിടെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതാ ഇവിടെ വരക്കുമ്പോൾ എങ്ങനെ വരും, ഇതാ ഇങ്ങനെ വരും, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. പിന്നെ സ്വിച്ച് ഇൻ ഓൺ പൊസിഷൻ, ഇതാ ഇങ്ങനെ വരക്കാം. ഓക്കെ, ബൾബ് വേണമെങ്കിലും വെർട്ടിക്കല് വരക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ഓർത്ത് വെക്കുക, എന്താണ്, ഇവിടെ ഈ ഒരു പോയിന്റ് ഇവിടത്തേക്ക് ടച്ച് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഈ ബൾബിന്റെ ഇവിടുന്ന് ഇവിടത്തേക്ക് ടച്ച് ചെയ്തുകൂടാ. മനസ്സിലായില്ലേ, ക്ലിയർ അല്ലേ? അതായത് വരക്കുമ്പോൾ ഇതാ ഇതുപോലെ വരച്ചുകൂടാന്ന്, ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരച്ചുകൂടാന്ന്. മനസ്സിലായി? ഇത് ഇങ്ങനെ വരച്ചുകൂടാന്ന്. ഓക്കെ, ക്ലിയർ അല്ലേ? പോയാ ഒരു സെക്കൻഡ്. ഓക്കെ, ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഹാനിയ, ജോഫിയ, ജോഫിയ അല്ല, ജസ്ബൽ. ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്, ക്ലിയർ. സിമ്പിൾ അല്ലേ? ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഇത് പറയാ,
ഇലക്ട്രിക് സർക്യൂട്ട് വരക്കാൻ വേണ്ടി ചോദിക്കും. അത് എക്സാമിൽ അങ്ങനെ ചോദിക്കാം. ഇലക്ട്രിക് സർക്യൂട്ട് വരക്കാൻ വേണ്ടി ചോദിക്കും. ബാറ്ററി കൺസിസ്റ്റിംഗ് ഓഫ് 2 സെൽസ്. ഇനി അങ്ങനെയല്ല, ബാറ്ററി എന്ന് മാത്രമാണ് പറഞ്ഞെങ്കിൽ 2 സെല്ല് വരച്ചാൽ മതി. ഓക്കെ, അങ്ങനെയല്ല ബാറ്ററി കൺസിസ്റ്റിംഗ് ഓഫ് 2 സെൽസ് അല്ലെങ്കിൽ 4 സെൽസ് എന്ന് പറഞ്ഞാൽ അറിയാലോ എങ്ങനെ വരക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇതില് സ്വിച്ച് ഇൻ ഓഫ് പൊസിഷൻ എങ്ങനെയാണെന്ന് അറിയാലോ. സ്വിച്ച് ഇൻ ഓഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരക്കേണ്ട അറിയാലോ. ഇതാ ഇതുപോലെ വരക്കണം. ഓൺ പൊസിഷൻ പഠിച്ചു, ബൾബും പഠിച്ചു, സെല്ലും പഠിച്ചു. യെസ്. ഇനി ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നു, എന്നാലും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹൗ ക്യാൻ വി കണക്ട് ദ സെൽസ് ടു പ്രിപ്പയർ ബാറ്ററീസ്? നമ്മൾ സെൽസ് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടി? ഓക്കെ, സെൽസ് അതായത് കോമ്പിനേഷൻ ഓഫ് സെൽസ് ആണല്ലോ ബാറ്ററി എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെൽസ് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, പോസിറ്റീവ് പിന്നെയോ നെഗറ്റീവ് ടെർമിനലുണ്ട്. ഒരു സെല്ലിന് പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. അപ്പോൾ ഒരു സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലായിരിക്കണം മറ്റതിന്റെ പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത്. നമ്മളെ ഈ ടോർച്ചില്ലേ, വലിയ ടോർച്ചില്ലേ, ആ വലിയ ടോർച്ചിൽ സെല്ലിടുന്ന കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ? ഫസ്റ്റ് ഇടും പോസിറ്റീവ് അപ്പുറം നെഗറ്റീവ് അപ്പുറം, പിന്നെ രണ്ടാമത്തെ പോസിറ്റീവ് ആണ് ആദ്യത്തെ നെഗറ്റീവിന്റെ അടുത്ത് കണക്ട് ചെയ്യുക. അല്ലേ? ടോർച്ചില്ലേ വീട്ടില്, ടോർച്ചിൽ സെല്ല് ഇടല അതുപോലെയല്ലേ? കണ്ടിട്ടില്ല എല്ലാരും? ടോർച്ചിന്റെ ബാക്കിൽ ഇങ്ങനെ അയച്ചിട്ട് ഒരു സെല്ല് എങ്ങനെ ഇടുക? ഫസ്റ്റ് സെല്ല് ഉള്ളിലേക്ക് ഇടും അല്ലേ? അതിന് പോസിറ്റീവ് റിമോട്ടില് നമ്മൾ രണ്ടെണ്ണം ഇങ്ങനെയല്ലേ ഇടുക? റിമോട്ടിലും അതേപോലെ തന്നെ. റിമോട്ടിൽ എങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം. അയ്യോ പോയോ, ഒരു സെക്കൻഡ്. ഇതാ ടോർച്ച്. ഓക്കെ, ഇതാ ടോർച്ച്. ഇതാണ് ടോർച്ച്. ഓക്കെ, ഇതാണ് ടോർച്ച്. അപ്പൊ ഈ ടോർച്ചില് ഇതാ ഇതിനകത്തല്ലേ ഇത് സെല്ലിട, ഇതിനകത്തല്ലേ? അപ്പൊ ഇവിടെ പോസിറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ സെല്ലിന്റെ പോസിറ്റീവ് ഇങ്ങനെ ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഇടും അല്ലെ? ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യത്തെ സെല്ലിട്ടു. ഇത് സെല്ലാണെന്ന് വിചാരിക്കുക കേട്ടോ, ഇത് സെല്ല് തന്നെ. ആദ്യത്തെ സെല്ല് നമ്മൾ ഇട്ടു. ഇനി ആദ്യത്തെ സെല്ലിന്റെ നെഗറ്റീവ് ആണ് ഇവിടെ വരുന്നത്. അവിടെ എന്ത് ചെയ്യും? അവിടെ രണ്ടാമത്തെ പോസിറ്റീവ് നമ്മൾ ഇടും. അയ്യോ ഒരു സെക്കൻഡ്, രണ്ടാമത്തെ സെല്ല്, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സെല്ലിന്റെ പോസിറ്റീവ് ഇതാ ഇതുപോലെ ഇടും. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടാമത്തെ പോസിറ്റീവ്, ഇവിടെ രണ്ടാമത്തെ നെഗറ്റീവ് വരും. ഇങ്ങനെയാണ് നമ്മൾ വലിയ ടോർച്ചിലൊക്കെ ഇടുക. മനസ്സിലായില്ലേ? ആദ്യത്തെ നെഗറ്റീവിന്റെ അവിടെ ആയിരിക്കണം രണ്ടാമത്തെ പോസിറ്റീവ് കണക്ട് ചെയ്യുക. ക്ലിയർ? ഇതാ നോക്ക്, ഇതാ ഇതുപോലെ കണ്ടോ? പോസിറ്റീവ് നെഗറ്റീവ്, രണ്ടാമത്തെ പോസിറ്റീവ്, രണ്ടാമത്തെ നെഗറ്റീവ്. ഇവിടെ 4 സെല്ല് കൊടുത്തിട്ടുണ്ട് കണ്ടോ? ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ്, രണ്ടാമത്തെ പോസിറ്റീവ് ഇവിടെ വരുന്നത്, ആദ്യത്തെ നെഗറ്റീവിന്റെ ഇവിടെ, പിന്നെ മൂന്നാമത്തെ പോസിറ്റീവ്, രണ്ടാമത്തെ നെഗറ്റീവ്, നാലാമത്തെ പോസിറ്റീവ് എവിടെ കണക്ട് ചെയ്യുക? മൂന്നാമത്തെ നെഗറ്റീവ്. സാറേ അങ്ങനെയല്ല സാറേ, അതായത് ഇപ്പൊ പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാല് എന്താ സംഭവിക്കുക സാറേ എന്ന് ചോദിച്ചാൽ, ഇതാ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതാ ഇതുപോലെ കണക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഇതുപോലെ പോസിറ്റീവ് ഇവിടെയും, അതുപോലെ രണ്ടാമത്തെ പോസിറ്റീവ് ഇതാ ഇവിടെയും കണക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഇതുപോലെ കണക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഇതുപോലെ കണക്ട് ചെയ്താൽ അത് വർക്ക് ചെയ്യില്ല, ആ റിമോട്ടും വർക്ക് ചെയ്യില്ല. ഇനിയിപ്പോ ടോയ് കാർ ആണെങ്കിൽ അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ കാർ ആണെങ്കിൽ അതും വർക്ക് ചെയ്യില്ല. മനസ്സിലായ? അത്രേ ഉള്ളൂ. അപ്പോ അതില് മീൻസ് കറക്റ്റ് കൊടുത്തിട്ടുണ്ടാവും പോസിറ്റീവ് എവിടെ നെഗറ്റീവ് എവിടെ എന്ന്, അത് നോക്കിയിട്ട് ഇൻസേർട്ട് ചെയ്യാം. യെസ്, മനസ്സിലായില്ലേ? ഇതാ ഇവിടെ നോക്ക്, 4 സെല്ല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇതാ നോക്കിയേ, ആദ്യത്തെ പോസിറ്റീവ്, ഒരു സെക്കൻഡ്, ഇവിടെ 2 സെൽസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ? ഇതാ ഒന്നിത്, രണ്ടാമത്തേത്.
അപ്പൊ ഒന്നാമത്തെ പോസിറ്റീവിൽ നിന്ന് എങ്ങോട്ട് പോകും, രണ്ടാമത്തെ നെഗറ്റീവിലേക്ക് പോകും. കണ്ടോ, ഇത് ഓക്കെയാണ്, ഇത് ഓക്കെയാണ്. മനസ്സിലായില്ലേ? പോസിറ്റീവ്, ഒന്നാമത്തെ പോസിറ്റീവ്, രണ്ടാമത്തെ നെഗറ്റീവ്. ഇവിടെ നോക്കിയേ, അല്ലെങ്കിൽ ഇതാ ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ഉണ്ട്, ഇവിടെ രണ്ടാമത്തെ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കണക്ഷൻ കൊടുത്താലും മതി. മനസ്സിലായില്ലേ? ആദ്യത്തിന്റെ പോസിറ്റീവിന് രണ്ടാമത്തെ നെഗറ്റീവിലേക്ക് കൊടുത്താൽ മതി. ഇങ്ങനെയും കൊടുക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കേടാ. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് എന്താണ്? നമ്മളിപ്പോ പഠിച്ചത് അതായത് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് വൺ സെൽ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് നെക്സ്റ്റ് സെല്ല്. സച്ച് എ കോമ്പിനേഷൻ ഓഫ് 2 or more cells ഈസ് കോൾഡ് എ ബാറ്ററി. എന്താണ് അപ്പൊ ബാറ്ററി എന്ന് പറഞ്ഞാല്? കോമ്പിനേഷൻ ഓഫ് 2 or more cells. കോമ്പിനേഷൻ ഓഫ് 2 or more cells. അതിനാണ് നമ്മൾ ബാറ്ററി എന്ന് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഓൾ സെറ്റ്. ഓക്കെ. ഇനി ഇതാ ഇതും കൂടി ഉണ്ട്. ഇതാ വളരെ സിമ്പിൾ ആണ്. ഇത് ഇവിടെ നോക്ക്, സെൽ ഹോൾഡർ. ഈ രണ്ടാമത്തെ ഫിഗർ കാണാലോ. ഈ രണ്ടാമത്തെ ഫിഗറിൽ കണക്ട് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ ടോർച്ചിൽ ഇടുന്ന പോലെയാ. മനസ്സിലായോ? ഈ ആദ്യത്തെ സെൽ ഹോൾഡർ നോക്കിക്കഴിഞ്ഞാല് പല എന്താ പറയാ ഡിവൈസ്, ഫോർ എക്സാമ്പിൾ നമ്മളെ റിമോട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടോയ് കാർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പല ഡിവൈസിലും നമുക്ക് ഇതുപോലുള്ള സെൽ ഹോൾഡറെ കാണാൻ പറ്റുക. ഓക്കെ. അപ്പോ ഇവിടെ ശരിക്കും എങ്ങനെയാ വർക്ക് ചെയ്യുന്ന വെച്ചാല്, ഇതാ ഇവിടെ ഈ ഒരു സ്പ്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു സ്പ്രിങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. ഒരു സെല്ലിന്റെ നെഗറ്റീവ് ആണ് ഈ സ്പ്രിങ്ങിന്റെ അവിടെ വരിക. മനസ്സിലായോ? അതായത് ഈ സെല്ലിന്റെ ബാക്ക് സൈഡ് ആണ് സ്പ്രിങ്ങിന്റെ അടുത്ത് വരിക. ക്ലിയർ അല്ലേ? ഓക്കെ. പണ്ട് എനിക്ക് കൺഫ്യൂഷൻ ആയതാ, അതുകൊണ്ടാ പറഞ്ഞത്. ഓക്കെ. ഇനി ഇവിടെ അപ്പൊ സ്പ്രിങ് ആണ്. അപ്പൊ രണ്ടാമത്തെ എന്താ വരിക? രണ്ടാമത്തെ നെഗറ്റീവ് ആണ് വരിക. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ നെഗറ്റീവ് ഇവിടെ വരികയാണെങ്കിൽ രണ്ടാമത്തെ പോസിറ്റീവ് എവിടെ ഉണ്ടാവുക? രണ്ടാമത്തെ പോസിറ്റീവ് ഇവിടെയാണ്. ഈ പോസിറ്റീവിൽ നിന്ന് ആദ്യത്തെ നെഗറ്റീവിലേക്ക് കണക്ഷൻ കണ്ടില്ലേ? ഇതാ ഈ സ്പ്രിങ് ആദ്യത്തെ സെല്ലിന്റെ നെഗറ്റീവിൽ നിന്ന് രണ്ടാമത്തെ പോസിറ്റീവിലേക്കാണ് കണക്ഷൻ. ഇത് ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട് മെറ്റലിന്റെ. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി, റിമോട്ടോ എന്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കണക്ഷൻ. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടുന്ന് ഒരു വയർ വലിക്കും, അതേപോലെ ഇവിടുന്ന് ഒരു വയർ വലിക്കും. അങ്ങനെയാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. അതായത് ഇതാ ഈ രണ്ടാമത്തെ കേസ് പോലെയാണ് നമ്മളെ സെൽ ഹോൾഡർ, ഇപ്പൊ കാണിച്ച സെൽ ഹോൾഡറിൽ വരുന്നത്.